പറയടാ സി. എൻ്റെ മൈക്ക് ബോയ ബൈ എം എന്ന് പറഞ്ഞൊരു സീരീസ് ആടാ. ഞാൻ മേടിച്ച ആമസോണിൽ നിന്ന്. അന്ന് ഞാൻ മേടിക്കുമ്പോൾ അതിന് 1800 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ 900 കിട്ടുന്നുണ്ട്, ആമസോണിൽ നോക്കി കിട്ടും. നീ അല്ല ഒരു കാര്യം ചെയ്യേ, ഇപ്പം എന്തായാലും ലോക്ക്ഡൗൺ അല്ല, നീ സംഗതി ഒന്നും മേടിക്കാൻ നിൽക്കണ്ട. ഞാൻ നിനക്കൊരു മൈക്ക് സെറ്റാക്കി തരാം. നമുക്ക് കൊടുത്ത സ്ക്രാപ്പ് ഒക്കെ എടുത്ത് ബിൽഡ് ചെയ്യാൻ. മാൻ ക്വാളിറ്റി ബോയനാ ബീറ്റ് ചെയ്ത പോരെ. ട്രസ്റ്റ് മീ മാൻ. എന്താ സംശയം കിട്ടുമെന്ന് നമ്മളത് ചെയ്തിരിക്കടാ. അപ്പൊ ശരി. Above the sea, and their story stays with me like a haunting melody. What do spirits say? What do spirits say in a darker day? What do spirits say? And their story stays with me like a haunting melody. What do spirits say? What do spirits say in a darker day? What do spirits say? ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ മൈക്രോഫോണിലേക്ക് 5 വോൾട്ട് എത്തിക്കണം. ഇവിടെ നമ്മൾ USB പവറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ USB കേബിൾ ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലിൻ്റെ എൻഡിലൊരു ഹോൾ അടിച്ചിട്ട് അതുകൂടെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ മൈക്രോഫോണിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനുള്ള വയർ എടുക്കുന്നതും ഈ സെയിം ഹോളിലൂടെ തന്നെയാണ്. പിന്നെ ഈ കേബിൾ ഇതിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കെട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മൈക്രോഫോൺ അതുപോലെയുള്ള ഓഡിയോ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഓഡിയോ ഗ്രേഡ് വയറാണ് ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷീൽഡ് വയറാണ്, ഇതൊരു ഓഡിയോ ഗ്രേഡ് വയറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഷീൽഡ് എന്ന് പറയുന്ന പോർഷനാണ് ഈ 4 പോലെ നിൽക്കുന്നത്. അതിൻ്റെ കോറാണ് വൈറ്റ് കളറുള്ള വയർ. അപ്പോൾ ഇവിടെ ഷീൽഡ് ഉപയോഗിക്കുന്നത് നമ്മൾ ഗ്രൗണ്ട് ലൈൻ കൊടുക്കാനും വൈറ്റ് കളറിലെ വയർ ഉപയോഗിക്കുന്നത് സിഗ്നൽ ലൈൻ കൊടുക്കാനാണ്. ഇപ്പം നമ്മൾ 2 വയറും വലിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ USB കേബിളിൻ്റെ സ്ലീവ് കളയാം. അപ്പോൾ അങ്ങനെ USB കേബിളിൻ്റെ സ്ലീവ് കളഞ്ഞാൽ നമുക്ക് 4 വയേഴ്സ് കാണാൻ പറ്റും. അതായത് അതിലെ 5 വോൾട്ട്, ഗ്രൗണ്ട്, പിന്നെ ഡാറ്റ ലൈൻസ്. അപ്പോൾ ഇതിൽ ഡാറ്റ ലൈൻസ് നമുക്കിവിടെ ആവശ്യമില്ല. ഇവിടെ കാണുന്ന ഈ ഗ്രീൻ വൈറ്റ് കളറിലെ വയേഴ്സാണ് ഇതിൻ്റെ ഡാറ്റ ലൈൻസ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതിൽ കാണുന്ന റെഡ് വയർ പോസിറ്റീവ് 5 വോൾട്ടും ബ്ലാക്ക് വയർ ഗ്രൗണ്ടും ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ സർക്യൂട്ട് ബോർഡിനെ പവർ ചെയ്യാൻ പോണത്. ഇത് ഞാനൊരു കണ്ടൻസർ ഇലക്ട്രിക് മൈക്രോഫോൺ ക്യാപ്സൂൾ എടുത്ത് വയർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ വയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൈക്രോഫോണിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മുടെ വയറിൻ്റെ കോർ സൈഡും നെഗറ്റീവ് ഭാഗത്തേക്ക് നമ്മുടെ വയറിൻ്റെ ഷീൽഡ് ഭാഗവും കൊടുക്കണം. സ്പ്രേ ബോട്ടിൽ അലുമിനിയം ആയ കാരണം നമുക്ക് മൈക്രോഫോൺ സ്പ്രേ ബോട്ടിലുമായി ഷോർട്ട് ആവാതിരിക്കാൻ നമുക്കത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കാം.
നമ്മുടെ മൈക്രോഫോണിൻ്റെ PC ലേഔട്ടും സർക്യൂട്ട് ഡയഗ്രാമും ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബോർഡ് വയറിംഗിലേക്ക് പോകാം. നമ്മുടെ സർക്യൂട്ട് ബോർഡ് വയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ അതിൻ്റെ ലേഔട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, മൈക്ക് പോസിറ്റീവ്, ഗ്രൗണ്ട്, മൈക്കിൻ്റെ പ്ലസ് മൈനസും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് ഹോൾസ് കാണാം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്, അതിന് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് ഹോൾസ് കാണാം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പോണ ഓഡിയോ ഔട്ടാണ് കേട്ടോ അത്. പിന്നെ USB 5 വോൾട്ട് കണ്ടോ, ഗ്രൗണ്ട് പോസിറ്റീവ്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് ഹോൾസ് കാണാം. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ഹോൾസിലൊക്കെ ഈ പറഞ്ഞ മാതിരി പോസിറ്റീവ് നെഗറ്റീവ് തെറ്റാതെ കറക്റ്റായിട്ട് നമ്മൾ വയർ ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ മൈക്കിൻ്റെ പോസിറ്റീവും മൈക്കിൻ്റെ ഗ്രൗണ്ടും നമ്മൾ സർക്യൂട്ട് ബോർഡിൻ്റെ മൈക്ക് പോസിറ്റീവ് മൈക്ക് ഗ്രൗണ്ട് എന്നുള്ളതിലേക്ക് നമ്മൾ കൊണ്ടുകൊടുത്തു. അതുപോലെ തന്നെ സർക്യൂട്ട് ബോർഡിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വയറുടെ പോസിറ്റീവ് ഗ്രൗണ്ട് നമ്മൾ ഔട്ട് പോസിറ്റീവ് ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുകൊടുത്തു. പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് USB പവർ സപ്ലൈ നമുക്ക് ഇതിലേക്ക് എത്തിക്കണം. അപ്പോൾ USB വയറിൻ്റെ ബ്ലാക്ക് വയർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് ബ്ലാക്ക് വയർ നെഗറ്റീവ് ആണെന്ന്. അത് നമ്മൾ സർക്യൂട്ട് ബോർഡിൻ്റെ USB ഗ്രൗണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പിന്നിൽ കൊണ്ടുകൊടുത്തു. ഇനി നമുക്ക് ഇവിടെ USB 5 വോൾട്ടിൻ്റെ പോസിറ്റീവ് ആണ് കൊണ്ടുകൊടുക്കുന്നത്. അതായത് നമ്മുടെ ആ റെഡ് വയറാണ്, USB കേബിളിൻ്റെ റെഡ് വയറാണ്. അപ്പോൾ ആ റെഡ് വയർ നമ്മൾ കണക്ഷനായിട്ട് മുന്നേ അതിലൊരു സ്വിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ നേരെ ഇതിൽ കൊണ്ടു കൊടുക്കാൻ പോണത്. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബോർഡിന് നമ്മൾ സ്പ്രേ ബോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്യൂട്ട് ബോർഡിൻ്റെ ഒരു നെഗറ്റീവ് പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ കൊടുക്കണം. അതാണ് ഈ കുഞ്ഞ് കമ്പി ഞാൻ ബോർഡിൽ ഇങ്ങനെ വളച്ച് വെച്ച് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മൈക്രോഫോണിൻ്റെ പണി ഓൾമോസ്റ്റ് ഫിനിഷായി. മൈക്രോഫോണിൻ്റെ പവർ ഇൻഡിക്കേഷൻ LED, പവർ ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള സ്വിച്ച്, പിന്നെ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ നോബ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോപ്പ് ഫിൽറ്റർ. അപ്പോൾ പോപ്പ് ഫിൽറ്റർ ചെയ്യാനായിട്ട് നമ്മളൊരു സാധാരണ ഒരു ഫോമിൻ്റെ പീസ് എടുത്തിട്ട് നമ്മളിതിൻ്റെ PVC എൻഡ് ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ പോപ്പ് ഫിൽറ്ററോട് കൂടിയ മൂടി നമ്മുടെ മൈക്രോഫോണിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അടയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വയേഴ്സിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ട പിന്നെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് മുന്നേ പിന്നിൻ്റെ ക്യാപ്പ് നമ്മൾ ഇതുപോലെ വയറിൽ ഇടാനായിട്ട് മറക്കരുത്. ഇതുപോലെ നമ്മൾ ആ പിന്നിൻ്റെ ടിപ്പും റിങ്ങും ഷോർട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ മൈക്കിൽ നിന്ന് വരുന്ന വെള്ള വയർ കൊണ്ട് സോൾവ് ചെയ്യുക. അതിനുശേഷം അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൽ നിന്ന് വരുന്ന ഷീൽഡ് ലൈൻ നേരെ എടുത്തിട്ട് ഈ പിന്നിൻ്റെ സ്ലീവിലേക്ക് സോൾഡർ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പിന്നിൻ്റെ ക്യാപ്പ് അങ്ങോട്ട് മുറുക്കാം. അപ്പോൾ നമ്മുടെ മൈക്കിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈക്ക് നമ്മുടെ സ്റ്റാൻഡിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ മൈക്കിനെ പവർ ചെയ്യേണ്ട USB കേബിൾ കൊടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ട് കൊടുന്നു കൊടുക്കുക. അതുപോലെ തന്നെ മൈക്രോഫോണിൻ്റെ ജാക്ക് കൊടുത്തിട്ട് മൈക്കിൻ്റെ പിന്നിൽ കൊടുന്നു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓഡിയോ ഡ്രൈവറിൽ ഇങ്ങനെ മൈക്ക് എന്നുള്ള ഓപ്ഷനൊക്കെ പോപ്പ് ചെയ്തിട്ട് അതിൽ മൈക്രോഫോൺ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ മൈക്രോഫോൺ ബൂസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ മൈക്രോഫോണിൽ ഒരു അടിപൊളി നല്ല ക്വാളിറ്റി ഗെയിൻ തരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 0 dB അടിപൊളിയായി റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൈക്രോഫോൺ പവർ അപ്പ് ആയി. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള DIY മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ കേൾക്കുന്ന വോയിസിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, ഗെയിൻ എല്ലാം നമ്മൾ വളരെ നോർമലായി സംസാരിക്കുന്ന മാതിരിയാണ് ഇപ്പോൾ ഓഡിയോ സംസാരിക്കുന്നത്. ഞാൻ വലിയ സ്ട്രെയിനൊന്നും വോയിസിൽ കൊടുക്കണില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ക്യാപ്ചറിങ്. ഇനിയിപ്പോൾ ഞാനിവിടെ നോബ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ നോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഗെയിൻ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഗെയിൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായി ഞാൻ കുറച്ചു. ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് കൂട്ടാൻ പോവുകയാണ്. നമുക്ക് ഇത് ഏകദേശം 47 ഞാൻ ഫുള്ളാക്കി തിരിച്ചിടാൻ പോട്ടോ. ഏകദേശം ഇത് 47.8 മടങ്ങ് അതിനെ വർദ്ധിപ്പിക്കും. അപ്പോൾ നോർമലി ഒരു മൈക്കിൽ അങ്ങനെ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വോയിസിന് സ്ട്രെയിനൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സിമ്പിളായി സംസാരിച്ചാൽ മതി. ഞാനിപ്പോൾ ഓൾറെഡി ഇതുമ്പോൾ പിടിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ചിലപ്പോൾ ഇത് വരുന്നുണ്ട് കേട്ടോ. സോറി, ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അപ്പ് ഡൗൺ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ മുകളിൽ വയ്ക്കാം.